പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആമുഖമായിട്ട് ഞാൻ പറയുന്നു, പ്രകൃതിക്ക് നമ്മളാരും എതിരല്ല. ഒരു മരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ മനുഷ്യനാണെങ്കിലും സർക്കാരാണെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും എല്ലാവരും നട്ടോട്ട് ഓടുകയാണ്. അപ്പം ആമുഖമായിട്ട് ഞാൻ പറയുന്നു, പ്രകൃതിക്ക് നമ്മളെതിരല്ല. മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കഴിഞ്ഞിടയ്ക്കുണ്ടായ മഴ, കാറ്റ്, ഇന്ന് 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് നമുക്കറിയാം ഓരോ ജില്ലയിലും അതായത് നാശനഷ്ടങ്ങൾ, കനത്ത നാശനഷ്ടം വിതയ്ക്കുകയാണ്. ചെറിയ കാറ്റ് വന്നാൽ പോലും അതായത് മരങ്ങൾ നിലംപൊത്തുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പൊന്തമഴയിൽ നിന്ന് നമുക്ക് തൊട്ട് വളവ് പ്ലാച്ചേർ റൂട്ടിലേക്ക്, അതായത് മൂവാറ്റുപുഴ പുനലൂർ ഹൈവേ ആണ്. ഇത് കണ്ടോ, ഈ കാണുന്ന ഒരു മരം, ഇവിടെ നിന്ന് വലത് സൈഡിൽ നിന്ന മരം അത് നേരെ ഇടത്ത് സൈഡിൽ ആ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മാടമായിരുന്നു അപ്പുറത്ത് നിന്നത്. ഞാൻ അദ്ദേഹത്തെ സംസാരിക്കാം. അതിനും ഏറ്റവും അതാണ്ട് ഒരു 150-200 വർഷത്തോടും പഴക്കമുള്ള ഒരു മരമാണ്. മനസ്സിലായല്ലോ. ഈ മരം അങ്ങോട്ട് ഒടിഞ്ഞു വീണു. ഏതോ ഭാഗ്യത്തിന് വാഹനങ്ങൾ ആ സമയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു വൻ ദുരന്തം തന്നെ നമ്മൾ സമ്മാനിച്ചേനെ. അപ്പം നമ്മൾ ചെയ്യേണ്ട ബന്ധപ്പെട്ട സർക്കാർ, അതായത് ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളവരും, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേന്ദ്ര സർക്കാർ സംയുക്തമായിട്ട് തന്നെ ഒരു നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാരണം ഹൈവേയുടെ ചുറ്റി അപ്പുറത്ത്, അതായത് ഇരു സൈഡിൽ നിൽക്കുന്ന അപകടത്തിലായ മരങ്ങൾ വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങൾ സുരക്ഷ ഒരുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതുപോലുള്ള കാലവർഷം ഉണ്ടാകുമ്പോൾ, അത് മഴക്കാലം ഉണ്ടാകുമ്പോൾ നമുക്ക് വൻ ദുരന്തങ്ങളെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ജനങ്ങളിത് കാണേണ്ടിയും വരും. ഈ നിൽക്കുന്ന ചേട്ടന് മാടക്കട അപ്പുറത്തായിരുന്നു ഇന്ന് കേട്ടോ, ഇരുന്ന മാടക്കട. എവിടെയായിരുന്നു ചേട്ടാ മാടക്കട? അവിടെ ആയിരുന്നു അല്ലേ? ഇത് കണ്ടോ, ഈ കുറ്റിയാണ്. ഈ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് വീണ മരമാണ്. ആ മാട അവിടെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടല്ലേ? കട അടച്ചിട്ടേക്കായിരുന്നോ? ആ കടയുടെ അപ്പുറത്തൂടെ പോയി. കണ്ടോ, ചേട്ടൻ്റെ പേരെന്നാ ചേട്ടാ? മോഹൻദാസ്. എവിടെ താമസിക്കുന്നത്? വർഷങ്ങളായിട്ട് ഈ മാടം വെച്ച് ഉപജീവന മാർഗം നടത്തുക. ഏതാണ്ട് നിങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലാത്ത ഭാഗ്യം മരിച്ചു പോയനെ. നമുക്കറിയാം. ഇത് കണ്ടോ, അതേ മോഹൻദാസ് ചേട്ടൻ്റെ അനുഭവം കണ്ടോ? ഇവിടെ ഒരു മിന്നൽ വേഗത്തിലാണ് വാഹനങ്ങൾ പോകുന്നത്. മണിക്കൂർ, അതായത് ഈ പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു വീണതാ. കാരണം ഓക്കെ. ഇതിന് അടിയന്തരമായിട്ട് നമ്മുടെ ബന്ധപ്പെട്ട സർക്കാർ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇടപെട്ടുകൊണ്ട് ഇത്തരം, അതായത് നമുക്ക് റോഡ് സൈഡിൽ, അതുപോലെ ഹൈവേ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാനുള്ള സംവിധാനം ചെയ്തില്ലെങ്കിൽ ഭാവിയിലാണെങ്കിലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകും, കാലാവസ്ഥാ പ്രവചനങ്ങൾ പോലും ഇന്ന് അസ്ഥാനത്താണ്. കാരണം ഏത് സമയത്തും മഴയുണ്ടാകാം, ന്യൂനമർദ്ദം ഉണ്ടാകാം. ആ ഒരു കാലാവസ്ഥയിൽ അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്നാണ് നമുക്ക് ഉടനടി വാർത്തയ്ക്ക് വേണ്ടി നിങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ.